ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ക്ലാസ് 6 മാത്സിൻ്റെ ഫ്രാക്ഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. ഇത് നമ്മൾ ഒരു ഫ്രാക്ഷൻ എങ്ങനെയാണ് നമ്പർ ലൈനിൽ അടയാളപ്പെടുത്തുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കി, ഇവിടെ നമുക്ക് ഒരു നമ്പർ ലൈൻ തന്നിട്ടുണ്ട്. നമുക്കറിയാമല്ലോ, നമ്പർ ലൈന് 0, 1, 2, 3 എന്ന് നമ്മൾ അടയാളപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഫ്രാക്ഷൻ ആകുമ്പോൾ നോക്കി, നിങ്ങൾ 0യിൽ നിന്ന് 1ലേക്ക് വരുന്ന 1 യൂണിറ്റ്, 0യിൽ നിന്ന് 1ലേക്ക് വരുന്നതിന് നമ്മൾ 1 യൂണിറ്റ് എന്നാണ് പറയുന്നത്. ഈ 1 യൂണിറ്റ് ലെങ്തിനെ അതിൻ്റെ സെൻട്രൽ വെച്ച് ഒന്ന് പറഞ്ഞിരിക്കുന്നത്, ഡിവൈഡ് ചെയ്തിരിക്കുന്നു. അതായത് 0യിൽ നിന്ന് 1ലേക്ക് വരുന്ന ലെങ്തിൻ്റെ പകുതി, അതായത് ഹാഫ്. മനസ്സിലായോ? ആ ഹാഫാണ് എവിടെ കൊടുത്തിരിക്കുന്നത്, ഈ ബോക്സിൽ കൊടുത്തിരിക്കേണ്ടത്. അത്രയും ലെങ്താണ് നമുക്കിവിടെ തന്നിരിക്കുന്നത്. മനസ്സിലായി? ഈ ബ്ലൂ ലൈൻ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ആ ഹാഫ് ലെങ്താണ്. അപ്പോൾ ഈ ഹാഫ് എന്ന് പറയുന്നത് 1/2. ഇതെന്ന് പറയുന്ന ഒരു ഫ്രാക്ഷനാണ്. അതിൻ്റെ ന്യൂമറേറ്റർ 1ഉം ഡിനോമിനേറ്റർ 2ഉം, അങ്ങനെ ഒരു ഫ്രാക്ഷനായിട്ടാണ് നമുക്കിവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി അതുപോലെ നമുക്ക് വേറെയും ഫ്രാക്ഷൻസ് കാണാൻ പറ്റുമേ. ഇവിടെ നമുക്ക് വേറൊരു നമ്പർ ലൈൻ തന്നിട്ടുണ്ട്. ഇവിടെയും നമ്മൾ 1 യൂണിറ്റ് ലെങ്ത് എഴുതിയിരിക്കുന്നത്. അതായത് 0യിൽ നിന്ന് 1 വരെ 1 യൂണിറ്റ് ലെങ്ത്. ഈ 1 യൂണിറ്റിനെ നമ്മൾ 4ആയിട്ട് നോക്കി, 0യിൽ നിന്ന് 1 ഇവിടെ ഇതുവരെയുള്ളൊരു ദൂരമുണ്ട്, പിന്നെ ഇതുവരെ ഒരു ദൂരമുണ്ട്, പിന്നെ ഇതുവരെ. അപ്പോൾ ഈ ആദ്യത്തെ ദൂരത്തെ അവർ തന്നിട്ടുണ്ട് 1/3 എന്നാണ്. 1/3. അങ്ങനെയാണെങ്കിൽ ഈ രണ്ടാമത്തേന്ന് പറഞ്ഞാൽ 2/3 ആയിരിക്കും. അപ്പോൾ ഈ 1 യൂണിറ്റ് എന്ന് പറഞ്ഞാലോ 3/3. എപ്പോഴും 3/3 അല്ലെ, 4/4, 5/5 അങ്ങനെ. അതായത് 4/4, 5/5 ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അതെത്രയാണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു 1. അപ്പോൾ ഇത് 1/3 ആണ്. ഇത് എത്രയാണ്? 2/3 എന്നാണ് നമ്മൾ അടയാളപ്പെടുത്തുന്നത്. ഇനി നമ്മൾ അടുത്തത് നോക്കി, ഇതിനെ 5 ഈക്വൽ പാർട്ടായിട്ട് മാറ്റിയിട്ടുണ്ട്. നോക്കി, സെയിം ആണ്. 0യിൽ നിന്ന് 1 വരെ ഉള്ള യൂണിറ്റാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇതിൽ ഒരു 5 പാർട്ടായിട്ട് ഇതിനെ മാറ്റിയിരിക്കും. നോക്കി, ഈ 0യിൽ നിന്ന് 1 വരെയുള്ള ദൂരം ഇതിനെ നമ്മൾ 5 പാർട്ടാക്കിയിരിക്കുന്നു. അതിനെ 1/5 എന്ന് ആദ്യത്തേത്. അപ്പോൾ അടുത്ത എന്തായിരിക്കും? നാച്ചുറലി 2/5 അല്ലേ? 2/5. അടുത്ത 3/5. നെക്സ്റ്റ് വൺ ഈസ് 4/5. നെക്സ്റ്റ് വൺ ഈസ് 5/5 ഓർ 1. 5/5 ഓർ 1 എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഇനി ഇതിനെ നമുക്ക് 8 യൂണിറ്റിൻ്റേത് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. 8 യൂണിറ്റിൻ്റെ ചെയ്യാൻ പറയുന്നുണ്ട്. നമ്മൾ ഇതുപോലെ തന്നെ എന്ത് ചെയ്യണം? ഒരു ലൈൻ വരയ്ക്കുക. അപ്പോൾ നമ്മൾ 0 to 1 ആണ്. ഇതിനെ 8 പാർട്ടാക്കുക. അതായത് 1/8, 2/8, 3/8, 4/8, 8, 5/8, 6/8, 7/8, ദെൻ ലാസ്റ്റിലത്തെ ഏതാണ്? 8/8, ദാറ്റ് ഈസ് 1. മനസ്സിലായി? അപ്പം നമ്മളിത് ഇതിങ്ങനെ റഫായിട്ട് വരയ്ക്കുന്നതുകൊണ്ടാണ് ലെങ്തൊക്കെ ഈക്വൽ ആകാത്തത്. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം അതൊരു സ്കെയിൽ വെച്ച് 8 സെൻറ്റിമീറ്റർ അളക്കുക. അളന്നിട്ട് എന്തോ ചെയ്യണമെന്ന് പറയുമ്പോൾ ഒരു യൂണിറ്റ് നമ്മളിങ്ങനെ മാർക്ക് ചെയ്യുക. 1, 2, 3, 4 എന്ന് ഇടല്ല, ജസ്റ്റ് ഇങ്ങനെ മാർക്ക് ചെയ്യുക 8ആയിട്ട്. എന്നിട്ട് എന്ത് ചെയ്യുന്നു? 1, 2, 3, 4, 5, 6, 7, 8 എന്നിട്ടിട്ട് ഇവിടെ ഒന്നാമത്തേത് 1/8 എന്ന് കൊടുക്കുക. അടുത്ത 2/8, 3/8, 4/8, 5/8, 6/8, 7/8, 8/8. 8/8ന് പകരം നമുക്ക് 1 എന്നിട്ടാൽ മതി. അപ്പോൾ ഇത് 0 മനസ്സിലായോ? ഇങ്ങനെ നമ്പർ ലൈൻ വരയ്ക്കണേ. ഇനി അടുത്ത് നോക്കി, ഓൺ എ നമ്പർ ലൈൻ ഡ്രോ ദ ലൈൻസ് ഓഫ് ലെങ്തസ് 1/10, 3/10 ആൻഡ് 4/5. ഇത് നമുക്ക് ഒരു നമ്പർ ലൈനിൽ അടയാളപ്പെടുത്താനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്ക് സാധാരണ ഒരു തോന്നാവുന്ന ഒരു ഡൗട്ട് ഞാൻ പറയാം. അതായത് ഇത് രണ്ടും നമുക്ക് 1/10ഉം 3/10ഉം, പക്ഷേ ഇവിടെ 4/5 എന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇതിനെ ഈ 4/5 എന്ന് പറയുന്ന ഫ്രാക്ഷനെ 10ൻ്റെ ടൈം, അതായത് ഡിനോമിനേറ്റർ 10 ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം?
ഈ 5നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ 5നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര കിട്ടും നമുക്ക്? 10. അപ്പോൾ വാല്യൂ വ്യത്യാസം വരാതിരിക്കാൻ വേണ്ടിയിട്ട് മേളത്തെ 4നെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതായത് മുകളിലും ഡിനോമിനേറ്ററിലും ന്യൂമറേറ്ററും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ അവിടെ എത്ര കിട്ടും? 8. അപ്പം നമുക്ക് 4/5 എന്ന് പകരം എന്താണെന്ന് എഴുതാം? 8/10 എന്ന് എഴുതാം. മനസ്സിലായോ എങ്ങനെ 8/10 വന്നെന്ന്? ഇനി നമുക്ക് നമ്പർ ലൈൻ വരയ്ക്കണം. 0 to 1 അടയാളപ്പെടുത്തുക. 10 മാറ്റണം കേട്ടോ. 1 2 3 4 5 6 7 8 9 10. 10 മാറ്റുക. എന്നിട്ട് എന്താണ്? 1/10 2/10 3/10 4/10 5/10 6/10 7/10 8/10 9/10 10/10 അല്ലെങ്കിൽ 1. മനസ്സിലായോ? അപ്പോൾ നമുക്ക് 1/10 തന്നിട്ടുണ്ട്, കിട്ടിയിട്ടുണ്ട്. ദെൻ ഏതാ തരേണ്ടത്? 3/10 കിട്ടിയിട്ടുണ്ട് അല്ലേ? പിന്നെ 4/5ന് പകരം നമ്മൾ എന്താ ചെയ്യണമെന്നാണ് പറഞ്ഞത്? 8/10. അതുകൊണ്ട് മനസ്സിലായോ? ഇതെല്ലാം നമുക്ക് ഒരു നമ്പർ ലൈനിലേക്ക് ചെയ്യാൻ പറ്റും. റൈറ്റ് 5 more fractions on your choice and mark them on the number line. ഇതുപോലെ ഒരു 5 എണ്ണം ഫ്രാക്ഷൻസ് നിങ്ങൾ ചെയ്യുന്നത് അത് എളുപ്പമാണ്. ഇതുപോലെ ഇപ്പം നമുക്ക് 7ൻ്റെ 0 to 1 എന്നെഴുതിയിട്ട് 7, അതായത് 7 പാർട്ടായിട്ട് മാറ്റിയിട്ട് 7 എണ്ണമായിട്ട് മാറ്റി എന്ത് ചെയ്യണം? 1/7 2/7 3/7 4/7 അങ്ങനെ എത്ര വേണം? 7/7 വരെ നിങ്ങൾ അടയാളപ്പെടുത്തുക. അപ്പോൾ ഒരെണ്ണം കിട്ടും. അടുത്ത നമ്പറിൽ ഇപ്പം നിങ്ങൾ ചെയ്യുന്നതാണേ തീർച്ചയായിട്ടും അത് ലൈൻ ഈക്വൽ ഡിസ്റ്റൻസ് ഇടാവും കേട്ടോ. അതായത് ഓരോ പാർട്ടും വലിപ്പ വ്യത്യാസം വരില്ല. അതായത് 0 നിന്ന് 1 വരെ ഉള്ളതാണ്. അതിൽ ഇപ്പം 4ൻ്റെ അതിപ്പം ഞാൻ 1/4 എന്ന് ഇട്ടു. ദെൻ 2/4 3/4 4/4 അല്ലെങ്കിൽ 1 എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ വരുന്നുണ്ടേ ഇത് ഈ 1/4ലേക്കുള്ള ദൂരവും 1/4ൽ നിന്ന് 2/4ലേക്കുള്ള ദൂരവും 2/4ൽ നിന്ന് 3/4ലേക്കുള്ള ദൂരവും ഈ 3/4ൽ നിന്ന് 4/4 അല്ലെ 1ലേക്കുള്ള ദൂരവും സെയിം ആയിരിക്കണം. അപ്പോൾ നിങ്ങൾ സ്കെയിൽ വെച്ച് ചെയ്യാവൂ എന്നർത്ഥം. ഹൗ മെനി ഫ്രാക്ഷൻസ് ലൈ ബിറ്റ്വീൻ 0 and 1? 0ൽ ഇപ്പം നമ്മൾ നമ്പർ ലൈൻ വരയ്ക്കുകയാണെങ്കിൽ 0 1 ഇതിനകത്ത് എത്ര നമ്പർ ലൈൻസ് എത്ര ഫ്രാക്ഷൻസ് ഉണ്ടാവും? അത് നമുക്കറിയാം കൗണ്ട്ലെസ് ആണ്. അതെന്താണ്? ധാരാളം ഫ്രാക്ഷൻസ് നമുക്ക് ഇഷ്ടം പോലെ എഴുതാൻ പറ്റും. നമ്മൾ എത്ര പാർട്ടായിട്ട് അതിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ അത്രയും ചെയ്യാൻ പറ്റും. What is the length of a blue line and a black line shown below? The distance between 0 and 1 is 1 unit length and is divided into 2 equal parts. The length of each part is 1/2, so that the blue line is 1/2 unit long. Write the fraction of that given length of black line. നമുക്ക് ഇവിടെ 2 ലൈൻസ് തന്നിട്ടുണ്ട്. ഒന്ന് ബ്ലൂ ലൈനും ഒന്ന് ബ്ലാക്ക് ലൈനുമാണ്. അപ്പം 0ൽ നിന്ന് 1ലേക്കുള്ളത് 1 യൂണിറ്റ് ലെങ്ത് ആണ്. അതിൽ ബ്ലൂ ലൈൻ നമുക്ക് തന്നിട്ടുണ്ട്, അത് ഹാഫ് ആണ്. അതായത് 1/2. അപ്പോൾ ഈ 1 എന്ന് പറയുന്നത് എത്രയാണ്? 2/2 ആണ് നമുക്ക് 1 എന്ന് പറയുന്നത്. ഇനി ഈ 1 കഴിഞ്ഞിട്ടാണ് അടുത്ത ബ്ലാക്ക് ലൈൻ എൻഡ് ചെയ്യുന്നത്. ഇതാ ഇവിടെ കണ്ടോ 1 ഉണ്ട്, പിന്നെ എന്തുകൊണ്ട്? ഒരു ഹാഫ് കൂടെ അല്ലേ? ഒരു ഹാഫ് നമ്മൾ ഇത്രയും ദൂരം ഹാഫായിട്ടാണ് കാണുന്നത് അല്ലേ? ഒരു യൂണിറ്റിന് നമ്മൾ ഇവിടുന്ന് ഇവിടെ വരെയുള്ള ദൂരം എന്ന് പറഞ്ഞാൽ ഹാഫാണ് അല്ലേ? അപ്പോൾ അതിനർത്ഥം ഇവിടുന്ന് ഇവിടെ വരെ ഹാഫാണ്. അങ്ങനെ 2 ഹാഫുകൾ ചേർന്നാണ് നമുക്ക് 1 കിട്ടി. അപ്പോൾ അടുത്ത ദൂരം ഇവിടെ വരെയുള്ളത് എത്രയാണ്? അടുത്ത ഹാഫാണ് അല്ലേ? അപ്പോൾ ഇവിടെ വരെയുള്ളത് 1, ഈ വരെയുള്ളത് നമുക്ക് 1, പിന്നെ ഒരു ഹാഫ് കൂടെ ആകുമ്പോൾ 1.5 ആണ് അല്ലേ? 1.5 ആ സ്ക്വയറിൻ്റെ ദൂരം എന്ന് പറയുന്നത്. ആ സ്ക്വയറിലേക്കുള്ള ബ്ലാക്ക് ലൈനിൻ്റെ ദൂരം എന്ന് പറയുന്നത്. അടുത്ത റൈറ്റ് ദ ഫ്രാക്ഷൻസ് ആൻഡ് ഗിവൺ ഇൻ ദ ലെങ്ത് ഓഫ് ദ ബ്ലാക്ക് ലൈൻസ് ഇൻ ദ റെസ്പെക്റ്റീവ് ബോക്സസ്. ഇനി ഈ ബ്ലാക്ക് ലൈനിലെല്ലാം തന്നിരിക്കുന്നതിൻ്റെ എല്ലാം റെസ്പെക്റ്റീവായിട്ടുള്ള ഫ്രാക്ഷൻസ് കണ്ടുപിടിക്കണം. നോക്കി ഇവിടെ നമ്മൾ ഇത്രയും ദൂരം 1/5 എന്നാണ് എടുത്തേക്കുന്നത്. മനസ്സിലായി? അടുത്ത 2/5 3/5 4/5 ആൻഡ് 5/5 അല്ലേ? അപ്പോൾ അവിടെ വന്നപ്പോൾ 1. ഇനി അടുത്ത എന്താ? 1ൻ്റെ കൂടെ അടുത്ത ഒരു 1/5 കൂടെ അല്ലേ? ഒരു ചെറിയ യൂണിറ്റ് നമ്മൾ 1/5 എന്നാണ് ഇവിടെ എടുത്തേക്കുന്നത്. 1/5. അടുത്തത് 1ൻ്റെ കൂടെ 2/5 അല്ലേ? അടുത്ത എന്താ? 1ൻ്റെ കൂടെ
3/5, ദെൻ 1ൻ്റെ കൂടെ 4/5. മനസ്സിലായി? അപ്പോൾ 1 and 1/5, 1 and 2/5, 1 and 3/5, 1 and 4/5 എന്നാണ് എടുക്കുന്നത്. അടുത്ത വീണ്ടും ഒരു 2 എന്ന് പറയുന്നതാണ് 1ഉം 5/5 അല്ലേ, 2 ഹോൾ. ഒന്നാമത്തേത് അതായത് ഇവിടെ വരെ ഉള്ളതിന് 1ഉം ഉണ്ട്, പിന്നെ ഇവിടുന്ന് ഇവിടെ വരെ ഉള്ളതിൻ്റെ ദൂരത്തിലെ 5/5. അങ്ങനെ 2 ഹോൾസ് വരുമ്പോഴത് എത്രയാണ്? 2 എന്ന് വരുന്നത്. മനസ്സിലായോ? ഇനി അടുത്ത മിക്സഡ് ഫ്രാക്ഷൻ ആണ്. മിക്സ്ഡ് ഫ്രാക്ഷൻ എന്ന് പറയുന്നത് അതായത് നമ്മളിപ്പോൾ ഇവിടെ കണ്ടില്ലേ, ഇവിടെ നമ്മൾ കുറച്ച് നമ്പേഴ്സ് ചെയ്തല്ലോ, 1 and 1/2, 1 and 1/5, 1 and 2/5. അതായത് ഒരു ഹോൾ നമ്പറും പിന്നെ ഒരു ഫ്രാക്ഷനും. മനസ്സിലായോ? അതായത് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും വന്ന ഒരു ഫ്രാക്ഷനും ഒരു ഹോൾ നമ്പറും. ഇങ്ങനെ വരുന്ന ഫ്രാക്ഷൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മിക്സഡ് ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. അതായത് അതിനകത്തൊരു ഹോൾ നമ്പറും ഉണ്ടായിരിക്കും, പിന്നെ ഒരു ഫ്രാക്ഷനും ഉണ്ടായിരിക്കും. ഇനി നമുക്ക് ഇവിടെ 2-3 ഫ്രാക്ഷൻസ് തന്നിട്ടുണ്ട്. 3/2, 5/2, 7/2. ഇതിനെല്ലാം ഒരു പ്രത്യേകതകളുണ്ട്. നോക്കിയേ, 3/2 എന്ന് പറയുന്നത് ഒരു 2/2 പ്ലസ് 1/2 ആണോ? എന്താ 2/2 എന്ന് പറയുന്നത്? നോക്കിയേ, നമ്മൾ ഡിനോമിനേറ്റർ സെയിം അല്ലേ. 2/2 എന്ന് പറയുന്നത് എന്താണ്? 1 ആണ്. 1ഉം ഒരു 1/2 എന്ന് പറഞ്ഞാൽ ഈ 3/2 എന്ന് പറയുന്നത് ഒന്നിനേക്കാട്ടി കൂടുതലാണ്. അത് നമുക്ക് ചിന്തിക്കുമ്പോൾ അയ്യോ അങ്ങനെയാണോ എന്ന് തോന്നും. അങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തന്നിരിക്കുന്ന ഫ്രാക്ഷൻ നോക്കണം. ആ ഫ്രാക്ഷനിൽ ഡിനോമിനേറ്റർ 2 അല്ലേ, അതിന് മുകളിൽ ഒരു 2 കൂടെ വന്നു കഴിഞ്ഞാൽ അത് 1. പക്ഷേ അതിന് മുകളിൽ എത്ര വന്നിരിക്കുന്നത്? 5 ആണ്. അപ്പോൾ തീർച്ചയായും 2/2 എന്ന് പറയുന്നത് എത്രയാണ്? 1. പിന്നെ എത്ര കിടക്കുന്നു? പിന്നെ ഒരു 3/2 കൂടെ ഉണ്ട്, ശരിയല്ലേ? ഒരു 3/2 കൂടെ ഉണ്ട് 5/2 വരണേൽ. അപ്പോൾ ഈ 3/2നെ നമുക്ക് വീണ്ടും എഴുതാം. എങ്ങനെ? 2/2 അത് ഇവിടുത്തെ ഇത് പ്ലസ് 3/2നെ 2/2 പ്ലസ് 1/2 എന്ന് എഴുതാം. ശരിയാണോ? അപ്പോൾ എത്ര ഹോൾ നമ്പർ വന്നു? ഇതൊന്നാണ്, പിന്നൊരു ഹാഫും. ദാറ്റ് മീൻസ് 2.5 എന്നും നമുക്ക് വരും. അപ്പോൾ 5/2 എന്ന് പറയുന്ന സംഖ്യ എന്താണ്? 2 പിന്നെ ഒരു ഹാഫും കൂടെ വരും. മനസ്സിലായോ? അപ്പോൾ 2 എന്ന് പറയുന്ന ഹോൾ നമ്പറാണ്. എങ്ങനെ കിട്ടിയെന്ന് മനസ്സിലായല്ലോ? അപ്പോൾ നമ്മൾ ഈ തന്നിരിക്കുന്ന ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും നോക്കിയിട്ട് ന്യൂമറേറ്ററാണ് വലുതെങ്കിൽ, മനസ്സിലായോ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ന്യൂമറേറ്ററാണ് വലുതെങ്കിൽ തീർച്ചയായിട്ടും അത് 1നേക്കാട്ടി കൂടുതലായിരിക്കും. മനസ്സിലാവുന്നുണ്ടല്ലോ പറഞ്ഞത്? അപ്പോൾ 7/2 എന്ന് പറയുന്നതിനെ നമുക്ക് എങ്ങനെ ആക്കാൻ പറ്റും? 7/2 അതിനെ 2/2 പ്ലസ് 2/2 പ്ലസ് 2/2. അപ്പോൾ എത്രയായി? 2, 4, 6 പ്ലസ് 1/2. ശരിയല്ലേ? 2 + 2 4 + 2 6 + 1 7. അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് 7/2 എന്ന് കിട്ടുന്നത്. അപ്പം അത് നമുക്ക് 3 ഹോൾ നമ്പർ ഉണ്ട്. അതായത് 1 + 1 + 1 പ്ലസ് 1/2 അല്ലേ, 3 and 1/2 എന്നത് നമുക്ക് കിട്ടും. അപ്പം എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ന്യൂമറേറ്റർ ഡിനോമിനേറ്ററേക്കാൾ വലുതായാൽ അത് 1നേക്കാട്ടിൽ കൂടുതലായിരിക്കും. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ന്യൂമറേറ്റർ ഡിനോമിനേറ്ററിനെക്കാട്ടിൽ വലുതായാൽ, അതായത് താഴത്തെ സംഖ്യയെക്കാട്ടിൽ വലിയ സംഖ്യയാണ് മുകളിലത്തെ സംഖ്യയെങ്കിൽ ആ ഫ്രാക്ഷൻ 1നേക്കാട്ടിൽ കൂടുതലായിരിക്കും. ഇനി ഓരോന്ന് നോക്കാം. ഹൗ മെനി ഹോൾ യൂണിറ്റ്സ് ആർ ദെയർ ഇൻ 7/2? ഇപ്പം നമ്മളത് ചെയ്ത് നോക്കിയതേ ഉള്ളൂ. 7/2ന് എത്ര ഹോൾ നമ്പർ വരുമെന്ന് 7 കിട്ടണമെങ്കിൽ നോക്കാം. എത്ര ഹോൾ? 2/2 പ്ലസ് 2/2 പ്ലസ് 2/2 പ്ലസ് 1/2. എത്ര ഹോൾ നമ്പർ വന്നു? 1, 2, 3. എത്ര ഹോൾ യൂണിറ്റ് വന്നു? 3 അല്ലേ. അടുത്ത നോക്കി, ഹൗ മെനി ഹോൾ യൂണിറ്റ്സ് ആർ ദെൻ 4/3 ആൻഡ് 7/3? 4/3 എന്ന് പറയുമ്പോൾ 4/3 എത്ര കിട്ടുന്നേ? 3/3 പ്ലസ് 1/3. എത്ര ഹോൾ നമ്പർ ഉണ്ട്? ഈ 3/3 എന്ന് പറയുന്ന ഒരു ഹോൾ നമ്പർ മാത്രമേ ഉള്ളൂ, പിന്നെ 1/3 ആണ് ഉള്ളത്. അടുത്ത നോക്കിയേ, 7/3. 7/3 എന്ന് പറയുമ്പോൾ എങ്ങനെ വരും?
ഈക്വൽ ടു 3/3 പ്ലസ് 3/3 പ്ലസ് 1/3. ശരിയല്ലോ. അപ്പോൾ ഇവിടെ ഒരു 1 ഹോൾ നമ്പർ വന്നു, ഇവിടെ ഒരു 1 ഹോൾ നമ്പർ. ഇപ്പോൾ എത്ര ഉണ്ട്? 2 ഹോൾ നമ്പർ അവിടെ വന്നിട്ടുണ്ട്. റൈറ്റ് ഫ്രാക്ഷൻ ഗ്രേറ്റർ ദാൻ 1 ആസ് മിക്സഡ് ഫ്രാക്ഷൻസ്. ഇനി ഈ ഗ്രേറ്റർ ദാൻ 1 ആയിട്ടുള്ള ഫ്രാക്ഷൻസിനെ നമ്മൾ മിക്സ്ഡ് ഫ്രാക്ഷൻ ആയിട്ട് എഴുതുക. നമ്മൾ പറഞ്ഞില്ലേ മിക്സ്ഡ് ഫ്രാക്ഷൻ എന്താണെന്ന്, ഒരു ഹോൾ നമ്പറും പിന്നെ ഫ്രാക്ഷനുമായിട്ട് എഴുതുന്നത് എങ്ങനെയാണെന്നാണ് നോക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് 3/2 എന്ന് പറയുന്നതിനെ എങ്ങനെ നമ്മൾ എഴുതിയത്? 2/2 പ്ലസ് 1/2. അപ്പോൾ എത്രയായി? 1 പ്ലസ് 1/2 അല്ലേ? അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, 1 പ്ലസ് 1/2. ഇനി അടുത്തത് 4/3. 4/3 എന്ന് പറയുന്നതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 3/3 പ്ലസ് 1/3. ശരിയല്ലേ? അപ്പോൾ 3/3 പ്ലസ് 1/3 എന്ന് പറഞ്ഞാൽ 1 പ്ലസ് 1/3 എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഫൈൻഡ് ഔട്ട് ദ നമ്പർ ഓഫ് ഹോൾ യൂണിറ്റ്സ് ഇൻ ഈച്ച് ഫോളോയിങ് ഫ്രാക്ഷൻസ്. ഓരോന്നിലും എത്ര ഹോൾ യൂണിറ്റ്സ് ഉണ്ടെന്ന് കാണാനാണ് കേട്ടോ. ഓരോന്ന് നമുക്ക് നോക്കാം. 8/3. 8/3ക്ക് വരുന്നുണ്ടെങ്കിൽ എങ്ങനെ വരും? 3/3 പ്ലസ് 3/3. അപ്പോൾ എത്രയായി? 6. അടുത്ത 3 കൂടെ ആകുമ്പോൾ എത്ര ആവും? 9 ആവും. അത്രയില്ലല്ലോ. അപ്പോൾ 2/3. അത്രയും 3 3 6 12 8. ശരിയാണല്ലോ? 3. ഇനി അപ്പം നമുക്ക് ഇത് ഒരു ഹോൾ യൂണിറ്റ് ഉണ്ട്, അടുത്ത ഹോൾ യൂണിറ്റ്, പിന്നെ 2/3. എത്രയാണ് അപ്പോൾ വരുന്നത്? 2 and 2/3. എത്ര ഹോൾ യൂണിറ്റ് വന്നു? 2. മനസ്സിലായോ? അടുത്ത 11/5. 11/5നെ 5/5 പ്ലസ് 5/5 പ്ലസ് 1/5 എന്ന് എഴുതാം. അപ്പോൾ ഇതൊരു ഹോൾ യൂണിറ്റ്, ഇതൊരു അടുത്ത ഹോൾ യൂണിറ്റ്, പിന്നെ ഒരു 1/5 കൂടെ. അപ്പോൾ എത്ര ഹോൾ യൂണിറ്റ് വന്നു? 2 ഹോൾ യൂണിറ്റ് അവിടെയും വന്നു. അടുത്ത 9/4. 9/4 എന്ന് പറയുന്നതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 4/4 പ്ലസ് 4/4 പ്ലസ് 1/4. എത്ര ഹോൾ യൂണിറ്റ് അവിടെയും വന്നു? 2. മനസ്സിലായോ? അപ്പോൾ ഇനി നമ്മൾ ഈ ഓരോ നമ്പേഴ്സിനെ നമുക്ക് മിക്സ്ഡ് ഫ്രാക്ഷനായിട്ട് ഇതുപോലെ ഗ്രേറ്റർ, അതായത് ഡിനോമിനേറ്റർ ന്യൂമറേറ്ററിനെക്കാട്ടിൽ അല്ല, ന്യൂമറേറ്റർ ഡിനോമിനേറ്ററിനെക്കാട്ടിൽ വലുതായാലും, മനസ്സിലായോ? ന്യൂമറേറ്റർ ഡിനോമിനേറ്ററേക്കാളും വലുതായാലത്തെ കാര്യം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ക്യാൻ ഓൾ ഫ്രാക്ഷൻസ് ഗ്രേറ്റർ ദാൻ 1 ക്യാൻ ബി റിട്ടൺ ആസ് മിക്സ്ഡ് ഓഫ് ഫ്രാക്ഷൻസ്. ഇനി ഇതുപോലെയുള്ള എല്ലാ ഗ്രേറ്റർ ദാൻ 1 ആയിട്ടുള്ള ഫ്രാക്ഷൻസിനെയൊക്കെ നമുക്ക് മിക്സ്ഡ് ഫ്രാക്ഷൻ ആക്കാൻ പറ്റുമെന്നാണ് ചോദ്യം. അപ്പോൾ എന്താണ് ഒരു മിക്സ്ഡ് ഫ്രാക്ഷൻ എന്ന് ഇവിടെ തന്നിട്ടുണ്ട്. മിക്സ്ഡ് ഫ്രാക്ഷൻ ഓർ എ മിക്സ്ഡ് ഫ്രാക്ഷൻ, അതായത് ഒരു മിക്സ്ഡ് നമ്പർ ഓർ എ മിക്സ്ഡ് ഫ്രാക്ഷൻ കണ്ടെയ്ൻ എ ഹോൾ നമ്പർ ആൻഡ് എ ഫ്രാക്ഷൻ ദാറ്റ് ഈസ് ലെസ് ദാൻ 1. 1നെക്കാട്ടി കുറവുള്ള ഒരു ഫ്രാക്ഷനും പിന്നെ ഒരു ഹോൾ നമ്പറും ഉണ്ടായിരിക്കും. റൈറ്റ് ദ ഫോളോയിങ് ഫ്രാക്ഷൻസ് ആസ് മിക്സ്ഡ് ഫ്രാക്ഷൻസ്. അപ്പം ഇവിടെ നമ്മൾ തന്നിരിക്കുന്ന നമ്പറിനെ മിക്സഡ് ഫ്രാക്ഷനാക്കി ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. 9/2. 9/2 എന്ന് പറയുന്നതിനെ നമ്മൾ മിക്സഡ് ഫ്രാക്ഷനാക്കി എഴുതണമെങ്കിൽ 2/2 പ്ലസ് 2/2 പ്ലസ് 2/2 പ്ലസ് 2/2 പ്ലസ് എത്രയായി? 1/2. അപ്പോൾ നോക്കി എത്ര ഹോൾ യൂണിറ്റ് വന്നു? 1 2 3 4. അതിനെ നമുക്ക് 4 പ്ലസ് 1/2 എന്ന് എഴുതുക, അല്ലെങ്കിൽ അതിനെ 4 and 1/2 എന്ന് എഴുതുക. മനസ്സിലായോ? ഇനി അങ്ങനെ ഓരോന്നും 9/2 നമ്മൾ ചെയ്തു. ഇനി 9/5. 9/5നെ എഴുതുന്നുണ്ട്, ഇത് 9/5. ഇതിനെ എഴുതുന്നത് 5/5 പ്ലസ് 4/5. അപ്പോൾ എത്ര വരും? 1 and 4/5 എന്ന് നമുക്ക് കിട്ടും. മനസ്സിലായോ? അടുത്ത 21/29. 21/19. സോ 19/19 പ്ലസ് 19 കഴിഞ്ഞ് 21 അല്ലേ? 2 2/19. അപ്പോൾ 1 and 2/19 എന്ന് നമുക്ക് എഴുതാൻ പറ്റും. അടുത്ത 47 and 9. എത്രയാണ്? 9/9. 47 ആണല്ലേ? 47. 9/9 പ്ലസ് 9/9. 9/9 എത്രയായി? ഒരമ്പത് 27 4 36 I9 45 അല്ലേ? പ്ലസ് 9 45 46 47 പ്ലസ് പിന്നെ ഒരു 2 ആണ്. അപ്പോൾ എത്ര ഹോൾ നമ്പർ ഉണ്ട്? 1 2 3 4
5. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 5 + 2/9 എഴുതാം, അല്ലെങ്കിൽ 5 2/9 എന്ന് എഴുതാം. അങ്ങനെ അടുത്ത 12നെ എങ്ങനെ നമുക്കപ്പോൾ എഴുതാൻ പറ്റും? 1 പിന്നെ 1/11 ചെയ്ത് നോക്കണം കേട്ടോ. 19നെ എങ്ങനെ എഴുതാൻ പറ്റും? 19 എഴുതുമ്പോൾ 6/6 + 6/6 + 6/6 + 1/6 എത്രയായി? 3 and 1/6 എന്ന് വരും. മനസ്സിലായോ? Can we write a mixed fraction as a regular fraction? Yes, I figured itself as ഇപ്പം നമ്മൾ തന്നിരിക്കുന്ന ഒരു എന്താ പറയുന്നത് ഫ്രാക്ഷനെ നമ്മൾ മിക്സ്ഡ് ആക്കുക. ഇനി തിരിച്ച് പറ്റുമെന്ന്, അതായത് നമുക്കൊരു മിക്സ്ഡ് ഫ്രാക്ഷൻ ഉണ്ട്, അതിനെ നമുക്ക് ഇതുപോലെ സാധാരണ ഫ്രാക്ഷൻ പോലെ ഹോൾ നമ്പർ ഇല്ലാതെ എഴുതാൻ പറ്റുമോ എന്നാണ് അടുത്ത ചോദ്യം. അതിന് നമുക്ക് ഇവിടെ 1-2 ക്വസ്റ്റ്യൻ ഉണ്ട്, അത് ചെയ്ത് വരുമ്പോൾ നമുക്ക് മനസ്സിലാവും. 3 and 1/4 എന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ 3 അതായത് 1/4 ആണ്. അപ്പം ഫ്രാക്ഷൻ നമ്മൾ 4ലാണ്, ഡിനോമിനേറ്റർ 4 ആണ് വരേണ്ടത്. അപ്പോൾ 3 എന്ന് പറയുന്നതിന് 3 ഹോൾ നമ്പർ ഉണ്ടെന്നാണ് അർത്ഥം, അല്ലേ? അതായത് 3 എന്ന് പറയുന്നതിന് വരെ നമുക്ക് 4/4 + 4/4 + 4/4 എന്നെഴുതുക. പിന്നെന്തോടുണ്ട്? ഒരു 1/4 കൂടെ ഉണ്ട്, +1/4. മനസ്സിലായോ? ഇനിയിപ്പോൾ ഡിനോമിനേറ്റർ സെയിം ആയിട്ട് വന്നു, എല്ലാ ഡിനോമിനേറ്ററും സെയിമാണ്. അപ്പോൾ അതുകൊണ്ട് ഡിനോമിനേറ്റർ അതുപോലെ എഴുതുക, പിന്നെ ന്യൂമറേറ്റർ നമ്മൾ ആഡ് ചെയ്യുക. എത്ര കിട്ടും? 4 4 8 4 12 13. എത്ര കിട്ടിയത്? 13/4 എന്നാണ് നമുക്ക് കിട്ടിയത്. ഇത് കിട്ടാൻ ഏറ്റവും എളുപ്പമാണ്. ഇപ്പം ഞാൻ കറക്റ്റ് മെത്തേഡാണ് ചെയ്തത്. ഇനി നിങ്ങൾക്ക് അത് പെട്ടെന്ന് നിങ്ങൾക്ക് കണ്ടുപിടിക്കണമെങ്കിൽ ഒരു മാർഗ്ഗമുണ്ട്, അതായത് ഈ 3ഉം 4ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്യും. മനസ്സിലായോ? 3 × 4 എത്ര? 12 പ്ലസ് ഈ 1 ന്യൂമറേറ്റർ. മനസ്സിലായോ? ഹോൾ നമ്പർ ഇൻറ്റു ഡിനോമിനേറ്റർ പ്ലസ് ന്യൂമറേറ്റർ എന്ന് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടുന്നത്? ദാറ്റ്സ് ഓൾസോ 30. പിന്നെ ഡിനോമിനേറ്റർ അങ്ങ് അതുപോലെ എഴുതിയാൽ മതി. മനസ്സിലായോ? പക്ഷേ മെത്തേഡ് ഇതല്ല, പക്ഷെ നിങ്ങൾക്ക് ഏറ്റവും എളുപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഇത് എളുപ്പമാണ്. അടുത്തത് നോക്കിയേ, 7 and 2/3 എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. 7 and 3 ആണ് ഫ്രാക്ഷന്, ഡിനോമിനേറ്റർ. അപ്പം നമുക്ക് 3/3 + 3/3 7 എണ്ണം വേണം. 7 എണ്ണം ഇതുപോലെ എഴുതണം, +3/3 + 3/3. അപ്പോൾ എത്രയായി? 1 2 3 4 5 6 എണ്ണം, പിന്നെ 7 പ്ലസ് ബാക്കി എത്രയാണ്? 2/3. അപ്പോൾ എത്ര കിട്ടി നോക്കാം. 3യുടെ ടേബിൾ ചെല്ലാം. 1 3 6 3 9 12 15 15 16 17 18 19 20 21 22 23. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 23/3. ഡിനോമിനേറ്റർ മാറ്റമൊന്നുമില്ല, ഡിനോമിനേറ്റർ അതുപോലെ കിട്ടാൻ മതി. ഈ 23/3 എന്നല്ല ഇപ്പം നമുക്ക് കിട്ടിയത്. നമ്മൾ 7 × 3 + 2 ചെയ്താലോ? ദാറ്റ് ഈസ് ഓൾസോ 23. മനസ്സിലായോ? അതായത് 7 × 3 + 2 ദാറ്റ് ഈസ് ഓൾസോ 23. ഡിനോമിനേറ്റർ അതുപോലെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടി. മനസ്സിലായോ? അടുത്തതും നമുക്ക് 9 and 4/9 എന്നാണ്. അപ്പം ഹോൾ നമ്പർ ഫ്രാക്ഷൻ ഡിനോമിനേറ്റർ എത്രയാണ്? 9 അല്ലേ? അപ്പം നമ്മൾ എന്താ ചെയ്തേണ്ടത്? 9/9 നോക്കി 9 പ്രാവശ്യം നിങ്ങളിത് എഴുതണം. ഒരു ഹോൾ നമ്പർ എത്രയാണ്? 9. അപ്പം 9/9 + 9/9 + 9/9 + 9/9. മനസ്സിലായോ? +9/9 എത്രയായി? 5. ദെൻ +9/9 + 9/9 + 9/9 + 9/9. 9 ആയില്ലേ? 1 2 3 4 5 6 7 8 9 പ്ലസ് 4/9. നോക്കിയേ, 9 9 പിന്നെ 4ഉം വന്നു. 9 9s are 81 അല്ലേ? ഈ 9 എല്ലാം കൂടെ കൂട്ടുമ്പോൾ 81, അതിൻ്റെ കൂടെ 4 കൂടെ കൂട്ടുമ്പോൾ 85. 85 / 9 എന്ന് കിട്ടും. നോക്കി ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താലോ? 9 9 81 + 4 എത്ര? 85. മനസ്സിലായോ? അപ്പം അങ്ങനെ നമുക്ക് ഇത് ഓരോന്നും ചെയ്യാൻ പറ്റുമേ. ഇതും അതുപോലെ 3 and 1/6. 3 1 6/6 + 6/6 + 6/6 + 1/6.
എത്ര 6 + 6 12, 12 + 6 18 + 1 19/6 നോക്കിയാൽ 3 6 3 18 18 1 19. അടുത്ത അതുപോലെ തന്നെ നമുക്ക് 11 ആണ്. അപ്പം 2 ഹോൾ നമ്പർ ഉണ്ട്. 11/11 + 11/11 + 3/11 എത്ര കിട്ടേണ്ടത്? 22 21 24 25 25/11. അടുത്ത നോക്കി 10 ആണ്. അപ്പോൾ 10/10 3 ഹോൾ നമ്പറാണ്. 10/10 10/10 + 10/10 + 9/10 എത്ര വരും? 39/10. ഓക്കെ, നമ്മളെ ഇന്നത്തെ ക്ലാസ് ഇവിടെ നിർത്താം കേട്ടോ. ഒത്തിരി സമയമായി. ഇനി ഈക്വലൻ്റ് ഫ്രാക്ഷൻസ് ഉണ്ട്, നമുക്ക് നാളെ ചെയ്യാം.